അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. ഉംറ കഴിഞ്ഞ് വന്ന് ചെറിയ പനിയൊക്കെ പിടിച്ച് 2 ദിവസം കിടപ്പിലായിരുന്നു. ഇന്നാണ് ഇപ്പോൾ പനിയൊക്കെ ഒന്ന് ഭേദമായിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങിയത്. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നിരുന്നാലും പോട്ടെ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഓൺ വൈസിൽ വരുന്നത് ഉംറക്ക് പോകുന്ന സ്ത്രീകൾക്കുള്ള മസാലകളെ കുറിച്ചിട്ട് 1-2 വിഷയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഓൺ വൈസിൽ വന്നിട്ടുള്ളത്. പിരീഡായ സ്ത്രീകൾ, അതായത് ഹൈളുകാരിയായ സ്ത്രീകൾ എങ്ങനെയാണ് ഇഹ്റാം ചെയ്യാം, എങ്ങനെയാണ് ഉംറ നിർവഹിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വിഷയം പറയുന്നത് ഒരു സാഹചര്യത്തിൽ കുടുങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉസ്താദുമാരുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു അവസ്ഥ വന്ന് ഇപ്പോൾ ഒരു സ്ത്രീ ഇനിയിപ്പോൾ കുടുംബമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഫാമിലി ആയിട്ട് ഉംറക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഉംറക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ ഒരു സ്ത്രീക്ക് ഹൈലുണ്ടായാൽ അവർക്ക് ഇഹ്റാം ചെയ്യുന്നതിൽ തടസ്സമില്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. അത് ശുദ്ധി ഷർത്തല്ലാത്തത് കൊണ്ട് അവർക്ക് ഇഹ്റാം ചെയ്യാം, അതിൽ തടസ്സമൊന്നുമില്ല. കാരണം കുളിക്കൽ സുന്നത്താണ്, നമസ്കാരം 2 റക്അത്ത് സുന്നത്താണ്. അവർക്ക് എന്ത് ചെയ്യുക, ഹൈലോടുകൂടി തന്നെ ഉംറയുടെ നിയ്യത്ത് കരുതാം. പക്ഷെ മക്കയിലെത്തി അവർക്ക് ഹറമ് സന്ദർശിക്കണമെങ്കിൽ, ഉംറ നിർവഹിക്കണമെങ്കിൽ, തവാഫ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു കുളിച്ച് ശുദ്ധിയായതിന് ശേഷം മാത്രമേ ഹറമ് സന്ദർശിക്കാനോ തവാഫ് ചെയ്യാനോ പാടുള്ളൂ. അതായത് പോകാൻ നിർബന്ധിതരല്ലാത്ത സ്ത്രീകൾക്കാണെങ്കിൽ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഒരു സ്ത്രീ ഉംറക്ക് പുറപ്പെട്ടു, ഇഹ്റാം ചെയ്തു, തവാഫും ചെയ്തു. ഇഹ്റാം ചെയ്തു, മക്കയിലെത്തി, കഅബ സന്ദർശിച്ച് തവാഫ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഹൈൽ ഉണ്ടാവുന്നതെങ്കിൽ അവർക്ക് സഹി ചെയ്യുന്നതിലും തടസ്സമില്ല. കാരണം സഹി എന്നുള്ളത്, സഫാ മർവ എന്നുള്ളത് പള്ളി അല്ലാത്തതുകൊണ്ട് അവിടെ എന്തില്ല, അവിടെ ശുദ്ധി ഷറത്തില്ല. അത് കഅബയിലും പള്ളിയിലാണ് ശുദ്ധി ഷറത്തുള്ളത്. കാരണം ഈ സഹി എന്നുള്ളത് 2 പർവ്വതങ്ങൾക്കിടയിലുള്ള സ്ഥലമായതുകൊണ്ട് ഒരു ഹൈലുകാരിയായ സ്ത്രീക്ക് എന്ത് ചെയ്യാം, സഹി ചെയ്യാം, അതിന് പ്രശ്നമില്ല. ഇപ്പോൾ ഒരു സ്ത്രീ ഉംറക്ക് പുറപ്പെട്ടു, മീഖാത്തിലെത്തി, ഇഹ്റാം ചെയ്ത് മക്കയിലെത്തി ഉംറക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഹൈലുണ്ടായി. എന്താ ചെയ്യുക, ഒരു പോകാൻ നിർബന്ധിതരായ സ്ത്രീ ആണെങ്കിൽ എന്താ ചെയ്യുക, കുടുങ്ങിയെന്നുള്ളതാണ്. പോകാൻ നിർബന്ധിതരല്ലാത്ത സ്ത്രീയാണെങ്കിൽ അവർക്ക് ഒരാഴ്ച 10 ദിവസമൊക്കെ അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അവർക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് എന്ത് ചെയ്യുക, തവാഫ് ചെയ്ത് സഹി ചെയ്ത് മുടി മുറിച്ചിട്ട് തഹ്ലീലാകാം. പക്ഷേ ഇഹ്റാം ചെയ്തു, മക്കയിലെത്തി ഹൈൽ ഉണ്ടാവുകയും ചെയ്തു, പിരീഡ് ആവുകയും ചെയ്തു. എന്നാൽ എന്താണ്, പിറ്റേ ദിവസം അവർക്ക് മക്കയിൽ നിന്ന് പോകൽ നിർബന്ധമാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇമാം നവവി തങ്ങളുടെ ഒരു ഷർത്തുണ്ട്. അത് സ്ത്രീകൾക്ക് എപ്പോൾ ഉംറക്ക് പോവുകയാണെങ്കിലും ഇഹ്റാം ചെയ്യുകയാണെങ്കിലും ആ ഷർത്തോടുകൂടെ ഇഹ്റാം ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്താണ്. ഇനിയിപ്പോൾ അത് പ്രായപൂർത്തി എത്തിയ കുട്ടികൾ മുതൽ ഇനി 60-70 വയസ്സുള്ള വല്യമ്മമാരടക്കമാണെങ്കിലും ഓരെന്ത് വേണം, എപ്പോൾ ഉംറക്ക് പോവുകയാണെങ്കിലും ഇഹ്റാം ചെയ്യുകയാണെങ്കിലും ഈ ഷർത്തോടു കൂടെ ഇഹ്റാം ചെയ്യണം. എന്താണ് ഷർത്ത്, ഇഹ്റാമിന് ശേഷം പിരീഡാവുകയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രതിബന്ധ സാധ്യതകൾ കൊണ്ട് ഉംറയിൽ തടസ്സം നേരിട്ടാൽ ഞാൻ തഹല്ലുലാകും എന്ന ഷർത്തോടു കൂടി എന്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇഹ്റാം ചെയ്തു, ഒരു സ്ത്രീക്ക് എന്തായി, പിരീഡ് ഉണ്ടായി. ഇനി പോകാൻ നിർബന്ധിതരാണെങ്കിൽ എന്ത് ചെയ്യുക, മുടി മുറിച്ചിട്ട് എന്ത് ചെയ്യുക, തഹ്ലീലാകുക, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇഹ്റാം ചെയ്തു, ഈ ഷർത്തോടു കൂടെ ഇഹ്റാം ചെയ്തു, അവർക്ക് പിരീഡും ഇല്ല, തടസ്സമില്ല, ഒന്നുമില്ല, തവാഫും ചെയ്ത് സഹിയും ചെയ്ത് ഉംറ പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, തഹ്ലീലാകുക, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇമാം നവവി തങ്ങളുടെ ആ ഷർത്തോടു കൂടി ഇഹ്റാം ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ പിരീഡ് ഒന്നും ആയില്ല എന്ന് കരുതിയ ഒരു പ്രശ്നമില്ല, ഉംറ പൂർത്തിയാക്കാം. പിരീഡ് ആയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സം നേരിട്ടാലോ ഉംറയിൽ നിന്ന് എന്ത് ചെയ്യുക, വിരമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ല, ഈ ഷർത്തും വെച്ചില്ല, നേരെ അങ്ങനെ മീഖാത്തിൽ പോയി ഇഹ്റാം ചെയ്തു, പിന്നെ നേരെ മക്കയിലെത്തി, ഉംറക്ക് പോകുന്ന സമയത്ത് പിരീഡായി. എന്താ ചെയ്യുക,
ഞാനിപ്പോൾ ഈ അടുത്ത തവണ ഉംറയ്ക്ക് പോയപ്പോൾ ഒരു ഫാമിലിക്ക് അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം പറയാൻ തന്നെ കാരണം. മനസ്സിലാവുന്നുണ്ടോ? ഞാനെന്ന് വെച്ചാൽ ഈ ഒരു അസ്വസ്ഥയിലായിരുന്നു. ഭക്ഷണം കഴിച്ച് ബസ്സിൽ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ മീക്കാത്ത് എത്തിയിട്ടാണ് ഉണരുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങളും ക്ലാസ്സുകളൊന്നും എടുക്കാൻ വിട്ടുപോയി, പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല. പിന്നെ മീക്കാത്തിൽ എത്തിയിട്ട് ഇഹ്റാം ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതേപോലെ എന്ത് ചെയ്തു, ഇഹ്റാം ചെയ്തു, നേരെ അങ്ങോട്ട് ബസ്സിൽ കയറി നീയത്തൊക്കെ വെച്ചു, നേരെ മക്കയിലെത്തി, റൂമൊക്കെ തർത്തീബാക്കി. ഉംറയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു ഫാമിലി വിളിക്കുന്നത്. ഉസ്താദെ, ഭാര്യയ്ക്ക് ഇങ്ങനെ പിരീഡായിട്ട് എന്താ കാട്ടുക ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹല്ലിലാകാനുള്ള ഷർത്തോടു കൂടിയല്ലേ നിങ്ങൾ ഇഹ്റാം ചെയ്തത്? അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ഞാനും കുടുങ്ങിക്കണു, ഓരും കുടുങ്ങിക്കണു. അപ്പോൾ ഞാൻ പറഞ്ഞ്, അത്തരം സാഹചര്യത്തിൽ അറവ് നടത്തലാണ് അതിൻ്റെ മസ്അല. ഇനി വേറെ എന്തെങ്കിലും മസ്അല ഉണ്ടോ എന്നുള്ളത് ഉസ്താദുമാരോട് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അറിയിക്കുക. നിങ്ങളും വൈഫിനെ റൂമിലാക്കിയിട്ട് നിങ്ങളും കുട്ടികളും എന്ത് ചെയ്തോളീൻ, പിന്നെ ഉംറയ്ക്ക് പോകുന്നോളീൻ. എന്നാൽ ഇവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കണമല്ലോ. അങ്ങനെ അതിൻ്റെ മസ്അലയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരുപാട് ഉസ്താദുമാരെയൊക്കെ വിളിച്ചു നോക്കി. ആരെയും ഫോണിലൊന്നും കിട്ടിയില്ല, ഒക്കെ തിരക്കിലായിരിക്കും. നാട്ടിലെ കുറേ ഗ്രൂപ്പുകളിൽ മെസ്സേജ് വിട്ടു, ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടണം എന്ന് കരുതിയിട്ട്. പക്ഷെ ആരും ബന്ധപ്പെട്ടൊന്നുമില്ല. പിന്നെ നാട്ടിലെ കുറേ വലിയ ഉസ്താദുമാരെ എന്ത് ചെയ്തു, ഫോണിൽ വിളിച്ചു നോക്കി, വാട്സപ്പിലോ ഫോണിലൊക്കെ വിളിച്ചു നോക്കി, ആരെയും കിട്ടിയില്ല. അവസാനം ആലപ്പുഴയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആലപ്പുഴയിൽ അരിപ്പാടി എന്നുള്ള പ്രദേശത്ത് ആനാരിയിലുള്ളൊരു സിദ്ദീഖുൽ അക്ബർ മദനി എൻ്റെ ഒരു സുഹൃത്താണ്. അങ്ങനെ ഉസ്താദിനെ ഫോണിൽ വിളിച്ചു, 6-7 തവണ വിളിച്ചു. അങ്ങനെ കുറേ വിളിച്ചപ്പോഴാണ് ഉസ്താദ് ഫോൺ എടുത്തത്. നമ്മൾ റസാഖാണ്, മക്കത്തു നിന്നാണ്, ഒരു മസ്അലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കുടുങ്ങിക്കണു, എന്താണ് മസ്അല ചോദിച്ചു. അപ്പോൾ ഉസ്താദും പറഞ്ഞ അറവ് നടത്തൽ തന്നെയാണ് അതിൻ്റെ പിന്നെ മസ്അല. ഇനി വേറൊരു കൗലുണ്ട്, ഞാനത് വേറെ ഉസ്താദുമാരോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടെ സ്ഥിരപ്പെടുത്തി ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉംറയ്ക്ക് പോകുന്ന അമീറന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മസ്അലയാണെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അത് പബ്ലിസിറ്റി ആക്കാൻ പാടില്ല. ഇതുപോലെ കുടുങ്ങിയ സാഹചര്യത്തിൽ ആ ഷർത്തും വെച്ചില്ല, അവസാനം ഇഹ്റാമും ചെയ്തു, ഇഹ്റാമിലായി പോയി, ഉംറ ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ കുടുങ്ങിയ ഒരു സാഹചര്യത്തിലുള്ള ഒരു മസ്അലയാണ് എന്ത്, അത് അമീറന്മാർക്ക് അവരോട് ചോദിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ആ മസ്അലയുടെ രീതിയോട് യോജിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഉംറ പൂർത്തിയാക്കാം. എന്താണ് അതിൻ്റെ രീതി? പിരീഡാവുകയും പിന്നെ രക്തം മുറിഞ്ഞ് ചിലപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും രക്തം കാണുക. രക്തം മുറിഞ്ഞ് ചിലപ്പോൾ 4-5 മണിക്കൂർ ചിലപ്പോൾ അങ്ങനെ ശുദ്ധിയായിരിക്കും. ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ അത് അവരോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുക, ആ രക്തം മുറിഞ്ഞ് ശുദ്ധിയായതിന് ആ സമയത്ത് പെട്ടെന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് എന്ത് ചെയ്യുക, അവർക്ക് കഅബത്ത് ചെന്ന് തവാഫ് പൂർത്തിയാക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, സഹിയിലേക്ക് പോകാം. ഇപ്പോൾ സഹിയിൽ എത്തിയിട്ടാണ് വീണ്ടും രക്തം കാണുന്നതെങ്കിൽ പ്രശ്നമില്ല. ഹൈദോട് കൂടി പിന്നെ സഹി ചെയ്യുന്നതിൽ തടസ്സമില്ല. അപ്പോൾ അത്തരം അവസ്ഥയുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യുക, കുടുങ്ങിയ സമയത്ത് ഷാഫി മദ്ഹബിൻ്റെ ഒരു തൽഫീക്കിൻ്റെ ഒരു കൗലുണ്ട്, ആ കൗൽ എന്ത് ചെയ്യുക, ഉപയോഗിക്കാം. പക്ഷെ അതിനോട് യോജിക്കുന്നില്ല. ചിലപ്പോൾ 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ രക്തം കാണുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു അറവ് നടത്തുക തന്നെ വേണം. പിന്നെ ഇപ്പോൾ മദ്ഹബ് മാറാൻ പറ്റൂല ചോദിച്ചാൽ മദ്ഹബ് മാറുകയൊക്കെ ചെയ്യാം. ഷാഫി മദ്ഹബിൽ നിന്ന് ഹനഫി മദ്ഹബിലേക്ക് അതിൻ്റെ ഷർത്തും ഫറളൊക്കെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ മാറാം. അങ്ങനെ മാറിയാൽ ഒരു ഹൈലുകാരിയായ ഒരു സ്ത്രീക്ക് കഅബത്ത് സന്ദർശിക്കുക, തവാഫ് ചെയ്യുക, ഒക്കെ ചെയ്യാം, ഉംറ പൂർത്തിയാക്കുക. പക്ഷേ വൻ പാപത്തിൻ്റെ തൗബ ചെയ്യണം എന്ന് മാത്രമല്ല, ഓരെന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഒരു ഒട്ടകത്തെ, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിനെ, അല്ലെങ്കിൽ 7 ആട് എന്ത് ചെയ്യണം, ഒരു അറവ് നടത്തണം. ഒരാട്ടിന് തന്നെ ഏകദേശം 550-600 റിയാൽ വരും. അപ്പോൾ അതൊക്കെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ നിന്നൊക്കെ കുടുങ്ങാതിരിക്കാനായിട്ട് എപ്പോൾ ഉംറയ്ക്ക് പോവുകയാണെങ്കിലും നബി തങ്ങളോട് ആ ഷർത്തോടു കൂടി എന്ത് ചെയ്യുക, ഇഹ്റാം ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ തടസ്സം നേരിട്ടാൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, മുടി മുറിച്ച് തഹ്ലിലാകുക. ഇനിയിപ്പോൾ തടസ്സങ്ങളും നേരിട്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, ഉംറ പൂർത്തീകരിച്ചിട്ട് മുടി മുറിച്ചിട്ട് എന്ത് ചെയ്യുക, തഹ്ലിലാകുകയും ചെയ്യുക. ഈ മസ്അല എല്ലാ സ്ത്രീകളും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ്